നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ നിരവധി വഴികൾ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്ത് നമുക്ക് വാങ്ങാൻ കഴിയാത്ത, ഒരു മെഡിക്കൽസ് നമുക്ക് വാങ്ങാൻ കഴിയാത്ത, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് വാങ്ങാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയും നമ്മെ പഠിപ്പിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പാലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കെടുകി തുടയ്ക്കപ്പെടും. സലീമായ ഹൃദയത്തിന്റെ ഉടമയായിട്ട് നമുക്ക് മാറാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവസാന സന്ദർഭത്തിലടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്, നമ്മുടെ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ ഇദാ അദ്നബ ദംബൻ കാന ലഹു നുഖ്തത്തുൻ സൗദാ ഫീ ഖൽബിഹി. ഒരു മനുഷ്യൻ തന്റെ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിനാണ് അത് ബാധിക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ എന്റെ കൈ കൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ, മാനസികമായി മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ നേരെ അത് ചെന്ന് ബാധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ മറ്റൊരു അവയവത്തിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ഹൃദയം അതോടുകൂടി തന്നെ മാലിന്യമായി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അനുചരന്മാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും, അതിനെന്താണ് പോംവഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സ് മാലിന്യമാകുമ്പോൾ ഫഇൻ താബ വനസഅ വസ്തഅതബ സുഖില ഖൽബു, ഈ മനുഷ്യൻ കരഞ്ഞ കണ്ണോടുകൂടി റബ്ബിന്റെ അടുക്കലേക്ക് അടുക്കാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കറകളെ പൂർണ്ണമായിട്ടും കഴുകി തുടക്കി മാറ്റാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഇസ്തിഗ്ഫാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം.